ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ലിറ്ററൽ ലെൻസിൻ്റെ 20ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള എപ്പിസോഡുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് ഗോഡ്, ഇതും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബുക്ക് ചന്തുമേനോൻ എഴുതിയിട്ടുള്ള ഇന്ദുലേഖ എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ ബുക്കിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് റഫ്നയെ ക്ഷണിക്കുന്നു. ഹലോ എവരിവൺ. അപ്പൊ നൂറ് പറഞ്ഞ പോലെ ഞാൻ പറയാൻ പോണത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ടുള്ള ചന്തുമേനോൻ എഴുതിയിട്ടുള്ള ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ ഈ നോവലിൽ 1889 എഴുതിയിട്ടുള്ള നോവലാണ് ഇത്. അപ്പൊ ഈ നോവലിൽ അന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നും വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന, നമുക്ക് ഇന്നും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് അന്ന് അദ്ദേഹം ആ നോവലിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട തീമുകളിൽ ഒരു തീമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാക്കി തന്നെ അതിൽ പറയുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ നേടിയ ഒരു വ്യക്തിയും അതില്ലാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വലുതാണെന്നും അതുപോലെ തന്നെ സൊസൈറ്റിക്ക് അവരോടുള്ള കാഴ്ചപ്പാട് എത്ര വ്യത്യാസമാണെന്നും പറയുന്നുണ്ട്. വിദ്യാഭ്യാസം ഉള്ള ഒരാളോടും ഇല്ലാത്ത ആളോടും ഉള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവരോടുള്ള ഒരു ആശയവിനിമയമൊക്കെ എത്രത്തോളം ഡിഫറെന്റ് ആണ് എന്നുള്ളത് ഈ ഒരു നോവലിൽ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം സ്ത്രീകളെ പറ്റിയിട്ടാണ്. അതായത് സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആവേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നും പറയുന്നുണ്ട്. അത് നമുക്ക് രണ്ട് സ്ത്രീകളെ എക്സാമ്പിൾ ആയി കാണിച്ചുകൊണ്ട് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയും അല്ലാത്ത സ്ത്രീയും അവരുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു വ്യത്യാസം, അവരുടെ ആൾക്കാർ പെരുമാറുന്നതിൻ്റെ ഒരു വ്യത്യാസം ഈ ഒരു കഥയിൽ പറഞ്ഞുകൊണ്ട് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഈ ഒരു നോവലിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അങ്ങനെ പല നമ്മൾ ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ പല പല കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം 1889 നോവൽ എഴുതിക്കുന്നത്. അപ്പൊ ആ സമയത്തില് ആണ് നമ്മുടെ നാട്ടിലേക്ക് ഫോറിനേഴ്സിന്റെ വരവൊക്കെ ഉണ്ടായത്. അപ്പോൾ അന്ന് കാലത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ജാതി വ്യവസ്ഥകളും അല്ലെങ്കിൽ അതേപോലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു അതൊക്കെ. അപ്പോൾ അവർക്ക് നിഷേധിച്ച അവകാശങ്ങളൊക്കെ അത് അവർക്ക് ഇല്ല എന്നുള്ള രീതിക്ക് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതങ്ങനെയല്ല, അതൊക്കെ തെറ്റായ ചിന്തകളാണ്, ഞങ്ങൾ മാറേണ്ടതുണ്ട്, ഞങ്ങൾ ഇങ്ങനെ പരിഗണിക്കപ്പെടേണ്ടവരല്ല എന്നൊക്കെ അവർ മനസ്സിലാക്കിയത് ആ ഒരു വിദ്യാഭ്യാസം നേടിയതിലൂടെയാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് മാധവന്റെയും ഇന്ദുലേഖന്റെയും ഒരു അനശ്വരമായ ഒരു പ്രണയകഥ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അതിനകത്ത് അവരുടെ കഥ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു തീം, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇതിൽ കഥയിലേക്ക് വരികയാണെങ്കിൽ കഥ തുടങ്ങുന്നത് പൂവള്ളി തറവാട്ടിൽ നിന്നാണ്. ഒരു വലിയ തറവാടാണ്, ജന്മികളുടെ തറവാടാണ്. അപ്പൊ തറവാട്ടിലുള്ള ഒരു കാരണവരാണ് പഞ്ചുമേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആണ് എല്ലാവർക്കും ഒരു കാരണവരാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതും എല്ലാവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ പഞ്ചുമേനോനാണ്. ഇപ്പൊ തറവാട്ടിലുള്ള സ്ത്രീയാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഇന്ദുലേഖനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ആരോടാണെങ്കിലും എന്തു സംസാരിക്കാനുള്ള, സ്വന്തം അഭിപ്രായങ്ങൾ വളരെ ധൈര്യത്തിൽ തുറന്ന് സംസാരിക്കുന്ന, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇന്ദുലേഖ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ദുലേഖയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ വരുമ്പോഴും അവളോട് സമ്മതം ചോദിച്ച് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ സമ്മതിക്കാറുള്ളൂ. കാരണം അവളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവിടെ ആർക്കും ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നില്ല. ബിക്കോസ് അവൾക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷന്റെ ഒരു വാല്യൂ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ദുലേഖനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൽ ചന്തുമേനോൻ വിവരിക്കുന്നത്. അങ്ങനെ ചന്തുമേനോൻ പറയുന്നുണ്ട് അവളടുത്ത് വിദ്യാഭ്യാസം നേടിയതിന്റെ പല കാര്യങ്ങളും ഇതിലൊക്കെ സമ്മതിക്കാണ്ട് വരുമ്പോൾ പറയുന്നുണ്ട് വിദ്യാഭ്യാസം നേടിയതിന്റെ പ്രശ്നമാണ് എന്ന്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അവളോട് അധികം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരക്ടറാണ്, അടുത്ത വരുന്ന ക്യാരക്ടറാണ് മാധവൻ. കഥയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അതായത് മാധവനും ഈ പറയുന്ന പോലെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ആളാണ്. അതായത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണം, ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് മാധവൻ. മാധവന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദുലേഖൻ. അപ്പൊ ഈ പഞ്ചുമേനോൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക ഇല്ലാത്തവർ, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഒക്കെ വളരെ ആയിട്ട് കാണുന്ന ആ രീതിക്ക് ജീവിക്കുന്ന ഒരാളാണ് പഞ്ചുമേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തില് മാധവൻ ഇന്ദുലേഖനെ ഉള്ള ഇഷ്ടം തുറന്നു പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ദുലേഖക്ക് തിരിച്ചും ഇഷ്ടമാണെങ്കിലും അത് ആദ്യത്തിൽ സമ്മതിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല.
അപ്പോൾ മാധവൻ പറയുന്നുണ്ട് സ്ത്രീകളെ പറ്റിയിട്ട്, സ്ത്രീകൾ ഇങ്ങനെയാണ്, അവർ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ്, അവർ ഉള്ളിൽ ഭയങ്കര കട്ടിയുള്ളവരാണ് എന്ന രീതിക്ക് മാധവൻ ഇന്ദുലേഖനോട് പറയുന്നുണ്ട്. അപ്പൊ ഇന്ദുലേഖ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് നിൽക്കുക എന്നതിലപ്പുറത്തേക്ക് അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പോയിന്റ് വെച്ചിട്ട് അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ എങ്ങനെയാണ്, അവരെത്രത്തോളം സ്ട്രോങ് ആണ്, അവരെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്ദുലേഖ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ച് പറയാനുള്ള ഒരു ധൈര്യവും അല്ലെങ്കിൽ അത് പറയാനുള്ള ഒരു അറിവും ആൾക്ക് കിട്ടിയത് നമ്മൾ നേടിയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് മാധവന്റെ ആ ഒരു വിഷമം കൊണ്ട്, നിരസിച്ചതിലുള്ള അല്ലെങ്കിൽ നോ പറഞ്ഞത് കൊണ്ടുള്ള ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ്. പിന്നെ അധികം വൈകാതെ തന്നെ ഇന്ദുലേഖ തിരിച്ചും ഇഷ്ടമാണ് എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ തറവാട്ടിലെ ഒരു കുട്ടിയായിട്ടുള്ള ചിന്നനെ എഡ്യൂക്കേഷൻ എന്നല്ലാത്ത അല്ലെങ്കിൽ എക്കണോമിക്കലി ഭയങ്കര താഴ്ന്ന ഒരു ഫാമിലിത്തെ കുട്ടിയാണ് ചിന്നൻ. അപ്പോൾ മാധവൻ പറയുന്നുണ്ട് അവനെ പഠിപ്പിക്കണം. മാധവൻ പഠിക്കുന്നത് മദ്രാസിലാണ്, അപ്പൊ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം, അവിടെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മഞ്ജുമേന അതിനെ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൻ ഇവിടെ നടന്നോട്ടെ എന്നൊക്കെ രീതിയിൽ പഞ്ചുമേനൻ പറയുന്നുണ്ട്. പക്ഷെ ആ പഞ്ചുമേനോന്റെ എതിർപ്പിനൊക്കെ അവഗണിച്ചുകൊണ്ട് ചിന്നനെ അവൻ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചുമേനോർക്ക് മാധവനോടുള്ള ഒരു മതിപ്പ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദുലേഖനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് പഞ്ചുമേനോന്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്. അങ്ങനെ മാധവൻ പോയി. ആ സമയത്താണ് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ വരുന്നത്. അതായത് മൂക്കില്ല മനക്കൽ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു വേറൊരു ഇല്ലാത്ത ഒരു നമ്പൂതിരിപ്പാട് ഇന്ദുലേഖനെ വിവാഹം കഴിക്കാം എന്ന് സംബന്ധിച്ചുകൊണ്ട് ഇവര് അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ടാണ്. അപ്പൊ അത് സ്വീകരിച്ചുകൊണ്ട് ഇവരെ തറവാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മൂക്കില്ല മനക്കൽ നമ്പൂതിരിപ്പാടിന്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഒരു വുമണിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് സ്ത്രീകളെ ഒട്ടും ബഹുമാനിക്കാത്ത, ഒട്ടും വാല്യൂ കൊടുക്കാത്ത, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് കാണുന്ന, അങ്ങനെ സ്ത്രീകളുടെ രീതിയിൽ കാണുന്ന, അപ്പൊ ഏത് സ്ത്രീനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് മൂക്കില്ല മനക്കൽ നമ്പൂതിരിപ്പാടിൻ്റെത്. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് തന്നെ ഇന്ദുലേഖയുടെ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അവർക്ക് താല്പര്യമില്ല ഈ കല്യാണത്തിനാണെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയേണ്ടവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, അത് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് കല്യാണം നടത്താനുള്ള ധൈര്യം അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവള് വേണ്ടാന്ന് വെച്ചതോടെ ഓക്കെ അത് ശരിയാവില്ല എന്ന രീതിയിൽ ആ മൂക്കില്ല മനക്കൽ നമ്പൂതിരിപ്പാടിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്പൂതിരിക്ക് അങ്ങനെ ഒന്നുമില്ല. ആരെ ഇപ്പൊ ഇന്ദുലേഖക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ വേറൊരാള് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം. പക്ഷെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇനി കല്യാണം കഴിക്കാണ്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവരെ തറവാട്ടിലെ തന്നെ വേറൊരു കുട്ടിയായിട്ടുള്ള കല്യാണിക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂക്കില്ല മനക്കൽ നമ്പൂതിരിപ്പാടിന്റെ ഒരു ഭാഗമൊക്കെ വളരെ ഒരു കോമിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാസ്യം കലർന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇന്ദുലേഖനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ ഇന്ദുലേഖന്റെ അമ്മനെ കാണുമ്പോൾ അവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്ന അതൊരു കോമിക് ആയിട്ടുള്ള രീതിയിലാണ് ചെന്തുമേനൻ ആ ഭാഗമൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയാണ് കല്യാണിക്കുട്ടീനെ വിവാഹം കഴിച്ചാൽ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ പഞ്ചുമേനോനും ആ വീട്ടിലുള്ള അല്ലെങ്കിൽ തറവാട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ള വേറൊരു പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, കല്യാണിക്കുട്ടി ഒന്നും അറിയുന്നില്ല. കല്യാണിക്കുട്ടിന്റെ കല്യാണം അവൾ അറിയാണ്ട് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് രണ്ട് വ്യത്യാസങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം നേടിയതിന്റെയും ഇല്ലാത്തതിന്റെയും ഒരു വ്യത്യാസം നമുക്ക് ചന്ദമേനോൻ കാണിച്ചു തരുന്നത്. അതായത് കല്യാണിക്കുട്ടി എന്ന് പറയുന്നത് ഇന്ദുലേഖനെക്കാട്ടി വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ അവളെ പോലെ അധികം വിദ്യാഭ്യാസം ഒന്നും നേടാത്ത സാധാരണമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കല്യാണിക്കുട്ടി. അതുകൊണ്ട് തന്നെ അവളോട് അഭിപ്രായം ചോദിക്കാനോ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങളെ അറിയാനോ ഒന്നും അവിടെ ആരും ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, അവരെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കല്യാണം നടക്കുകയും ചെയ്തു. കല്യാണക്കുട്ടി ഒന്നും പറയാണ്ട് കല്യാണം കഴിച്ചിട്ട് മൂക്കില്ല മനക്കൽ നമ്പൂതിരിപ്പാടിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. അവളുടെ ആരെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേൾക്കാനോ ആരും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ അവൾക്ക് ഇന്ദുലേഖന്റെ പോലെ തിരിച്ച് പറയാനുള്ള ഒരു ധൈര്യം അവൾക്ക് ഉണ്ടാകുന്നില്ല. അതിന്റെ റീസൺ ഇത് തന്നെയാണ്, അവൾക്ക് അറിയില്ല പുറലോകത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചെങ്ങനെ പറയാന്നുള്ളതിന് ധൈര്യം അവൾക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്, ഇന്ദുലേഖക്ക് കിട്ടിയ പോലെയുള്ള ഒരു എഡ്യൂക്കേഷൻ അവൾക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു തീം തന്നെയാണ് ആ ഒരു ഭാഗം കൊണ്ട് ചന്ദമേനൻ വായനക്കാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു കാറ്റഗറൈസ് ചെയ്യുന്നില്ല അദ്ദേഹം. അതായത് ഈ ഭാഗം ഇങ്ങനെയാണ്, ഈ കൂട്ടം ആൾക്കാർ ഇങ്ങനെയാണ് എന്ന രീതിക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ചന്ദമേനൻ പറയുന്നില്ല. അതായത് ഇപ്പൊ വിദ്യാഭ്യാസം നേടിയിട്ട് ആൾക്കാർ മാത്രമല്ല ഇങ്ങനെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുക, എല്ലാത്തവർക്കും ചിന്തിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു തരുന്നത്
ഈ മൂക്കില മനക്കൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ വന്ന ഒരാളാണ് ചെറുശ്ശേരി നമ്പൂതിരിപ്പാട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ അധികം എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഒരു ട്രഡീഷണൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ചെറുശ്ശേരി നമ്പൂതിരി. പക്ഷെ അദ്ദേഹം മൂക്കില മനക്കൻ നമ്പൂതിരിപ്പാട് പറയുന്ന പല കാര്യങ്ങളെയും എതിർക്കുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളെ പറ്റി പറയുന്നത്. നമ്പൂതിരി പറയുന്നത് സ്ത്രീകൾ അവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അവരുടെ സമ്മതം ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ഉപകരണം മാത്രമായിട്ട് കാണുന്ന രീതിക്കുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അല്ല, അങ്ങനെയല്ല, ആ രീതിയിലല്ല, അവർക്കും അഭിപ്രായങ്ങളുണ്ട്. അവരുടെ മേലിൽ ഒരു അതിക്രമമായി മാറരുത്. അവരുടെ ഇഷ്ടങ്ങളും സമ്മതങ്ങളും ചോദിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അവരുടെ സംസാരത്തിനും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്കും വാല്യൂ ഉണ്ട് എന്ന് ചെറുശ്ശേരി നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞത് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു ഇന്ന കൂട്ടം ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് കൂട്ടം ഇങ്ങനെയാണ് എന്ന് നമുക്ക് വായനക്കാർക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരല്ല. നമുക്ക് അപ് ടു യു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർക്കും, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്കും, കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്ന് അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നാണ് ഇപ്പോൾ ഈ ഒരു വളരെ റീസെന്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലൊക്കെ വന്നത്. ഇപ്പോഴാണ് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ്. പക്ഷെ ഈ നോവൽ ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം 100 വർഷങ്ങൾക്ക് മുന്നാണ്. അന്ന് അദ്ദേഹം ഈ ഒരു കാര്യം ചിന്തിച്ചിട്ട് ഈ രീതിക്കുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ചിന്താശക്തി എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴാണ് നമ്മൾ അതൊക്കെ ഈ ഒരു 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ അതൊക്കെ തിരിച്ചറിയണതും അതൊക്കെ വേണം, ആ ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇതിന്റെ തേർഡ് പ്ലോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ കല്യാണിക്കുട്ടിയാണ് നമ്പൂതിരിയുടെ കൂടെ കല്യാണം കഴിച്ച് പോയത് എങ്കിലും നാട്ടുകാരൊക്കെ വിശ്വസിച്ചത് അത് ഇന്ദുലേഖ ആണെന്നാണ്. കാരണം ഇന്ദുലേഖന് വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പോയപ്പോ അത് ഇന്ദുലേഖ ആണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. എല്ലാവരും നാട്ടിൽ മൊത്തം അങ്ങനെയാണ് സ്പ്രെഡ് ആയത് ഇന്ദുലേഖ പോയി എന്നുള്ളത്. അങ്ങനെ മദ്രാസിൽ നിന്ന് മാധവൻ വരുന്ന സമയത്ത് അവൻ നാട്ടിൽ ഇറങ്ങിയപ്പോ എല്ലാവരെയും അറിയാൻ പറ്റിയ കാര്യം ഇതാണ്, അവള് കല്യാണം കഴിച്ച് പോയി എന്നുള്ളത്. അപ്പൊ ആദ്യം അവൻ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അവൻ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ ഇത് ശരിയാണ് എന്ന് അവൻ അറിയാണ്ട് വിശ്വസിച്ച് പോയി. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി നോക്കിയിട്ട് ഇതിന്റെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനോ ഉള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടായില്ല. കാരണം അത്രയും വിഷമത്തിലായിരുന്നു, അവന്റെ പ്രണയം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വിഷമത്തിലായിരുന്നു മാധവൻ നിൽക്കണ്ടായിരുന്നത്. മാധവൻക്ക് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. മാധവൻ ഇത് കേട്ട് വിശ്വസിച്ചിട്ട് അപ്പൊ തന്നെ നാട് വിടാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ അവൻ പല രാജ്യങ്ങളിലും ഈ ഒരു വിഷമം എങ്ങനെയെങ്കിലും തീർക്കാൻ എന്നുള്ള ഉദ്ദേശം കൊണ്ട് നാട് ചുറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ഒന്നും പറയാണ്ട് അവന്റെ ഇഷ്ടത്തിന് നാട് ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്തിലും അവൻ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവനക്ക് രക്ഷപ്പെടാൻ പറ്റിയത് മാധവൻ നേടിയിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. അങ്ങനെ വീട്ടിൽ ഇത് വിഷയമാകുന്നുണ്ട്. കാരണം മാധവനെ പറ്റിയിട്ട് ഒരു വിവരമില്ല, എല്ലാവർക്കും അറിയില്ല അവൻ എവിടേക്കാ പോയി എന്നുള്ളത്. ഇന്ദുലേഖക്കും എല്ലാവർക്കും വിഷമാകുന്നുണ്ട്. അങ്ങനെ അവർ തീരുമാനിച്ചു, മാധവന്റെ അച്ഛനും ഇന്ദുലേഖയുടെ അമ്മാവനും കൂടിയിട്ട് മാധവൻ അന്വേഷിച്ച് പോവാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് കുറെ അന്വേഷണത്തിന് ശേഷം മാധവൻ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടെത്തിയ സമയത്ത് മാധവനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് മാധവൻ പോയത് എന്നുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മാധവൻക്ക് അത് ക്ലിയർ ആയി. അതാണ് ആ ഒരു ഭാഗം. പിന്നെ ആ ഭാഗത്തിൽ ഇവര് മൂന്നാളും കൂടി സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് മാധവന്റെ അച്ഛനും മാധവനും ഇന്ദുലേഖയുടെ അമ്മാവനും കൂടിയിട്ട് ആ കോൺവെർസേഷനിലെ തീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൈവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മാധവന്റെ അച്ഛൻ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അമ്മാവൻ നിരീശ്വരവാദിയായിട്ടുള്ള ആളാണ്. മാധവനാണെങ്കിൽ ഒരു ലോജിക്കലായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അന്ധവിശ്വാസം അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം ഇല്ല, എന്നാൽ വിശ്വാസമുണ്ട്, ആ രീതിക്കുള്ള ഒരാളാണ് മാധവൻ. അപ്പൊ ഇവര് മൂന്നാളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഓരോരുത്തരുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചന്തുമേനോൻ ഒരു ഭാഗം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഇവരാണ് ശരി, അവര് പറയുന്നതാണ് ശരി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അവർ തമ്മിലുള്ള ഒരു ഡിബേറ്റ് പോലെയാണ് ഇത് തരുന്നത്. അപ്പൊ നമുക്ക് വായനക്കാർക്ക് അതിൽ നിന്ന് എടുക്കാം, ഇതിൽ ഏതാണ് വായനക്കാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏത് ഭാഗമാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളത് നമുക്ക് നിൽക്കാം, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് വായിക്കാം. ആ രീതിയിലാണ് ആ ഭാഗം, ആ ഒരു കോൺവെർസേഷന്റെ ഭാഗം എഴുതിയിരിക്കുന്നത്. അത് വളരെ നല്ലതാണ്. ഒരു ഭാഗം ശരിയാണെന്ന് പറയാണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് തീരുമാനിക്കാം എന്ന രീതിയിലാണ് ആ ഭാഗം പറയുന്നത്. അങ്ങനെ അതിനുശേഷം മാധവനെ കൂട്ടി തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഇന്ദുലേഖ മാധവനെ കണ്ട സമയത്ത് പറയുന്നത് അവൻ കറങ്ങാൻ പോയത് അല്ലെങ്കിൽ നാട് വിട്ട് പോയതിലല്ല പ്രശ്നം, ഇന്ദുലേഖനെ തെറ്റിദ്ധരിച്ചല്ലോ, അവരൊക്കെ പറഞ്ഞപ്പോ ഇന്ദുലേഖ അങ്ങനെ ചെയ്തെന്ന് അവൻ വിശ്വസിച്ചതിലാണ് ഇന്ദുലേഖക്ക് വിഷമം ആയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുള്ള ക്ഷമാപണമൊക്കെ മാധവൻ നടത്തുന്നുണ്ട്. അങ്ങനെ അവസാനം കുറെ കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ശേഷം ഇവര് വിവാഹം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പി എൻഡിങ് മൂഡിലാണ്
ഈ നോവൽ അവസാനിക്കുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് ഇവർ ഒന്നിക്കുന്ന ഒരു രീതിയിലാണ് നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രധാനപ്പെട്ട തീമുകളിൽ ഒക്കെ ഇതിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്നും പ്രസക്തമായിട്ടുള്ള അതിൽ പറഞ്ഞ തീമുകളൊക്കെ നമുക്ക് ഇന്നും 21ാം നൂറ്റാണ്ടിൽ നമ്മൾ നിൽക്കുമ്പോഴും അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും റെലവെന്റ് ആണ് എന്നുള്ളതാണ് ആ ഒരു നോവലിനെ ഉയർത്തി നിൽക്കുന്നത്. അതൊരു എവർഗ്രീൻ, ഏത് കാലഘട്ടത്തിലും അത് സ്യൂട്ട് ആവും ഈ നോവല് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുക. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ഇപ്പൊ കുറേയൊക്കെ മാറിയെങ്കിലും അത് മാറിയ അളവ് എത്ര എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം എത്ര അധികം മാറി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് റേസിസത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവര് ഇന്ദുലേഖന്റെയും മാധവന്റെയും ഒക്കെ ക്യാരക്ടേഴ്സ് അവരുടെ ഫ്യൂച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ വെളുത്തിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ അതോടൊപ്പം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ വെളുത്ത് എന്ന് വെച്ചിട്ട് കറുപ്പിന് സൗന്ദര്യം ഇല്ല എന്നല്ല പറയുന്നത്, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവരുടെ കളർ ഇതാണ് എന്ന് ചന്തുമേനോൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു റേസിസം എന്നുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ബോഡി ഷെയ്മിങ് ഒക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു ഭാഗത്തിലും ഒരു പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവൽ പോലെയാണ് തോന്നിയത്. ഇപ്പൊ നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ അതൊക്കെ ഇങ്ങനെ കറുത്തവരെ കളിയാക്കുന്നത് അല്ലെങ്കിൽ തടിച്ചവരെ കളിയാക്കുന്നതൊക്കെ പ്രശ്നമാണെന്നൊക്കെ തിരിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇപ്പൊ നമുക്ക് ഉള്ള സിനിമകളിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ TV ഷോകളിൽ കോമഡി ഷോകളിലൊക്കെ ഇവരിനൊക്കെ ഭയങ്കര കോമിക് ആയിട്ടുള്ള രീതിയിൽ അത് കണ്ടിട്ട് കാണുന്ന ആൾക്കാരും അവിടെയുള്ള ജഡ്ജസും ഒക്കെ ചിരിക്കുന്ന, അത് ഒരു കോമഡി ആണ് എന്ന രീതിയിൽ പല്ലുപൊന്തി കളിയാക്കുക, ഇതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു കുറച്ച് മുന്നേ. പക്ഷെ ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് നമ്മൾ അതൊക്കെ പ്രശ്നമാണ് അല്ലെങ്കിൽ സിനിമകളിലൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഒരു കാര്യം നോക്കാൻ വേണ്ടി തുടങ്ങിയതൊക്കെ വളരെ റീസെന്റ് ആയിട്ടാണ്. അപ്പൊ അതുവരെ നമ്മളൊക്കെ അത് ശരിവെച്ച് വന്നതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അതൊക്കെ ഇപ്പൊ കുറെയൊക്കെ അത് കുറഞ്ഞു വരിക്കും. ഇപ്പൊ അതൊന്നും ഇല്ല. അത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ ചീത്തവിളി കേൾക്കും എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. പക്ഷെ 100 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള എഴുതിയിട്ടുള്ള ഈ ഒരു പുസ്തകത്തിൽ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തിനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത് ഭയങ്കര നമുക്ക് ഒരു അതിശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതന്നെ എനിക്ക് ഈ നോവലിന് ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ സ്ത്രീകളോടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ നമുക്ക് തോന്നും. നമ്മൾ ഒരുപാട് വേറെ തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. ഈ പുസ്തകം ഞാൻ വായിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഇത് വായിക്കാൻ സമയത്ത് എനിക്ക് ഈ നോവലിനെ പറ്റിയിട്ട് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ പറയുന്നത് ഇതൊരു പ്രണയകഥയാണ്. ഇന്ദുലേഖയുടെയും മാധവന്റെയും ഒരു പ്രണയകഥ എന്നുള്ള രീതിയിലാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നിട്ടാണ് ഞാൻ അത് വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ആ ഒരു പ്രണയം എന്നുള്ളത് ഒരൊറ്റ സൈഡ് മാത്രമാണ്. ഇതൊരു വേറെ വഴിക്കൂടെ പോയി. പക്ഷെ അത് മാത്രല്ല, അതിനൊക്കെ മറികടന്നുകൊണ്ട് വേറെ ഒരുപാട് അർത്ഥങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. വളരെ പിന്നെ ഇതിന്റെ ലാംഗ്വേജ്, ഞാൻ ആദ്യം വിചാരിച്ചത് ലാംഗ്വേജ് കുറച്ച് സാഹിത്യം കട്ടിയായിരുന്ന മലയാളമൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. പിന്നെ ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ഒരു തറവാട്, പണ്ടത്തെ തറവാട് എന്നൊക്കെ പറയുമ്പോൾ കുറെ ബന്ധങ്ങളും കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരാളായിട്ട് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്കതിൽ വായിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. കാരണം വായിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിലും അല്ലാത്ത ഒരാളാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു വായിച്ചിരിക്കേണ്ട ബുക്കാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ ആശയങ്ങൾ, ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഒരുപാട് ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ നോവൽക്ക് പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു റഫ്. തീർച്ചയായും അവള് നമ്മുടെ ബുക്കിൽ വന്നിട്ടുള്ള എല്ലാ തീമുകളും, സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ തീമുകളും ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ റഫ്നിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ അവൾ പറഞ്ഞ പോലെ വുമൺ എഡ്യൂക്കേഷൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വോയിസ് എത്രത്തോളം സ്ട്രോങ് ആക്കും എന്നുള്ളത് അവൾ പറഞ്ഞു തന്നു. അതുപോലെ റേസിസം തുടങ്ങി എല്ലാ തീമുകളും അവള് ഈ കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? റഫ്ന, വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ദുലേഖ ഞാൻ ആദ്യമായിട്ട്
കേൾക്കുന്നത് അല്ലെങ്കിൽ അത് പഠിക്കുന്നത് ഞങ്ങൾ PG സമയത്താണ്. അതിന് മുന്നേ നമ്മൾ മലയാളം ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിലുണ്ട്. PG ട്രാൻസ്ലേഷന്റെ ഭാഗമായിട്ട് ഇന്ദുലേഖ ഡീപ്പായിട്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജോൺ വില്ലോബിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മലയാളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതായത് പല മലയാളത്തിലെ വാക്കുകളും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ പ്രധാന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഇതിലെ കൾച്ചറൽ എലമെന്റ് ആണ്. അതായത് 1889 കാലഘട്ടത്തിലെ മാട്രിലീനിയൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ദുലേഖയിൽ പറയുന്നുണ്ട്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് കൂടിയാണ്. ഇപ്പോ നീ പറഞ്ഞ പോലെ തന്നെ ആ കാലത്തെ ജാതി വ്യവസ്ഥ, അതുപോലെ സ്ത്രീകളുടെ അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു. ഹലോ, കേക്കാണ്ടോ? കേക്കാണ്ട് മിസ്. ഓക്കെ, ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. വീണ്ടും ആ ഡിഗ്രി കാലത്തിലേക്കൊക്കെ ഒന്ന് പോയി ഈ കഥ കേട്ടപ്പോൾ. അതായത് സ്ത്രീനെ എന്താണ് സ്വന്തം കാൽച്ചുവട്ടിൽ താഴെ നിർത്താന്നുള്ള പുരുഷന്മാരുടെ ഒരു വ്യാമോഹത്തിനാണ് ഇന്ദുലേഖ ഈ ഒരു കഥയിലൂടെ അന്ത്യം കുറിക്കുന്നത് അല്ലേ. അതായത് വിദ്യാഭ്യാസവും ഉയർന്ന ഉദ്യോഗസ്ഥവും പദവിയൊക്കെ ആത്മാഭിമാനം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു സത്യം ഈ ഒരു കഥയിലൂടെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവരുടെ രണ്ടുപേരുടെയും ഇത്രയും നിറഞ്ഞ ഇതുപോലത്തെ ഒരു സ്നേഹം നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലേ. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയതിന് താങ്ക് യു. ഹലോ റിഫ്ന, ഇന്നത്തെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു കേട്ടോ. അതായത് സ്ത്രീ വിദ്യാഭ്യാസം ഇന്ന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. പഴയ കാലത്തെ ഒരു നോവലാണെങ്കിലും നമ്മൾ ആദ്യത്തെ ലക്ഷ്മത്തെ നോവലാണെങ്കിലും ഇന്നും അതിൻ്റെ പ്രാധാന്യമുണ്ട്. സ്ത്രീ എപ്പോഴും, അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസക്കാരിയാണെങ്കിലും അവളുടെ മാരേജ് ആണെങ്കിലും സ്ത്രീ ഇന്നും ശരിക്കും എല്ലാവരും ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. അത് അവളുടെ സ്വതന്ത്രമായ അഭിപ്രായം പറയാനും എത്താതെ മാരേജ് ചെയ്ത് ഒരുപാട് പേരുണ്ട് ഇന്നും നമ്മുടെ സമൂഹത്ത്. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മോള് ക്ലാസ്സിൽ പറഞ്ഞു. വളരെ നല്ലൊരു റിവ്യൂ ആയിരുന്നു കേട്ടോ. ഹലോ റഫ്ന, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ വളരെ നല്ല രീതിയിൽ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് താങ്ക്സ് കേട്ടോ. അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കണ്ടിട്ടുള്ള ഒരു തീമാണല്ലോ ഇപ്പം ഇതിലുള്ളത്. ഞാൻ 9ാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്ന സമയത്താണ് ഇതിലേക്ക് വായിച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഇത് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നല്ല രീതിയിൽ ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താങ്ക്സ് റഫ്ന. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. എന്നാ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ.